കുട്ടുണ്ണിയേട്ടൻ്റെ കഥ. കുട്ടുണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു കഥാപാത്രമാണ്. ഒരിക്കൽ കുട്ടുണ്ണിയേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന് പൂമുഖത്തിണ്ണയിലിരുന്ന് ചായ സൽക്കാരം നടത്തുമ്പോൾ വീടിൻ്റെ ഉത്തരത്തിനു മുകളിൽ നിന്ന് ഒരു നാടൻ കോഴി കൊക്കരക്കോ എന്ന് പറഞ്ഞ് അങ്ങ് പറന്നു. അപ്പോൾ ഉത്തരത്തിൻ്റെ പലകയിൽ നിന്ന് കോഴിമുട്ട താഴേക്ക് തെറിച്ചു വീണു. വീണതാവട്ടെ കുട്ടുണ്ണിയേട്ടൻ്റെ പുറത്തേക്ക്. അങ്ങനെ കുട്ടുണ്ണിയേട്ടൻ ഷർട്ടഴിച്ച് കഴുകി ചുമലിലിട്ടു. അന്നു മുതൽക്കാണ് കുട്ടുണ്ണിയേട്ടൻ്റെ നാടൻ കോഴി വിരോധം. കഥ തുടരുന്നു. ഇദ്ദേഹം കുറേ കാലം ഗൾഫിലായിരുന്നു. അവിടെ നിന്ന് ഒരു ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് കൊണ്ടുവന്നു. അതിൻ്റെ വലിയൊരു പരസ്യമാണ് കുട്ടുണ്ണിയേട്ടൻ ചെയ്തിരുന്നത്. കാര്യം ശരിയായിരുന്നു. കുട്ടുണ്ണിയേട്ടൻ്റെ കയ്യിൽ മാത്രമായിരുന്നു ഇത്ര പ്രകാശമുള്ള ടോർച്ച്. ആൽത്തറയിലിരിക്കുമ്പോൾ കുട്ടുണ്ണിയേട്ടൻ എവിടേക്ക് വന്നു. എല്ലാവരോടും തമാശകളും ബഡായിയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, വടക്കേ താഴത്തെ വീട്ടിൽ ഇന്നലെ രാത്രി കള്ളൻ കയറി. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. അപ്പോൾ കുട്ടുണ്ണിയേട്ടൻ ഒരു കോടിയ ചിരി ചിരിച്ചു. സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞു, അതാണ് ഇന്നലെ രാത്രി റോഡിലൂടെ പോകുമ്പോൾ പാടവരമ്പിലൂടെ ഒരാൾ ഓടുന്നത് കണ്ടു. ഒരു 1/2 കിലോമീറ്റർ വ്യത്യാസത്തിൽ കുറേ ആളുകൾ കള്ളനെ പിടിക്കാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തെന്നറിയാമോ? ഞങ്ങൾ ആകാംക്ഷയോടെ കുട്ടുണ്ണിയേട്ടനെ നോക്കി. എൻ്റെ ടോർച്ച് 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള കള്ളൻ്റെ മുഖത്തേക്കടിച്ചു. അപ്പോൾ കള്ളൻ വീണു. എവിടേക്കാണ് വീണതെന്നറിയാമോ? തോട്ടിലേക്ക്. ഇപ്പോൾ കള്ളൻ അറബിക്കടലിലെത്തിയിട്ടുണ്ടാവും. ഇതിരുന്ന് കേട്ടപ്പോൾ ചില ആളുകൾ എഴുന്നേറ്റ് പോയി. ഇത് വിശ്വസിച്ചിരുന്നു പോയ ചില സാധുക്കൾ കുട്ടുണ്ണിയേട്ടനെ ആരാധനയോടെ നോക്കി. ഇനി വേറെന്ന് പറയാം. റോഡിൽ നിന്ന് 2 കിലോമീറ്ററോളം വരുന്ന കുന്നിൻ മുകളിലേക്ക് ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് അടിച്ചപ്പോൾ 2 ആളുകൾ നടന്നു പോകുന്നു. അദ്ദേഹം പറഞ്ഞു, അത് വിജയനും ഹരിയുമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതെങ്ങനെയാ കുട്ടുണ്ണിയേട്ടാ ശരിയാവുക? പൊട്ടുപോലെയല്ലേ ആ ആളുകളുള്ളൂ എന്ന് ഒപ്പമുള്ളവർ പറഞ്ഞു. മൂപ്പരപ്പോൾ പറഞ്ഞു, വിജയന് കാലിന് ചെറിയൊരു വളവുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. ടോർച്ചിൻ്റെ പോയിൻ്റ് ലൈറ്റ് കാരണം ആരാണാവോ എന്ന് വിചാരിച്ച് ഇപ്പോൾ അവരും ഓടിക്കാണും. കുട്ടുണ്ണിയേട്ടൻ്റെ പരാജയം തുടങ്ങിയത് ഒരു കല്യാണ സദ്യക്കായിരുന്നു. ദഹനക്കാരൻ പാചകം ചെയ്യുമ്പോൾ കുട്ടുണ്ണിയേട്ടൻ പറഞ്ഞു, സാമ്പാർ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ടല്ലോ എന്ന്. ഉത്സവത്തിൻ്റെ മേളം തന്നെയെന്ന് പറഞ്ഞു തീരും മുമ്പ് സാമ്പാർ കരിഞ്ഞു കേടുവന്നു. ഇപ്പോൾ ബഡായിയും പാചക കസർത്തും ഒന്നും ആൾക്കാർ കേൾക്കുന്നില്ല. ഒരു കരിങ്കണ്ണൻ്റെ വിഭാഗത്തിലേക്ക് അദ്ദേഹത്തെ വീഴ്ത്തിയിരിക്കുന്നു. കുട്ടുണ്ണിയേട്ടൻ്റെ ഇപ്പോഴത്തെ നില പരിതാപകരം തന്നെയാണ്. ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന പൈസയും കുറേയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ വീട്ടിലും സ്വൈരമില്ലാതെയായി. ഗൾഫിൽ നിന്നും ലീവിന് വരുമ്പോഴുള്ള സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഇപ്പോഴില്ല. കാരണം പൈസ കഴിഞ്ഞത് അവരറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൂട്ടത്തിൽ കൂടി നടന്ന ആളുകൾ കുറ്റം പറയുക കൂടി ചെയ്തിരിക്കുന്നു. പാവം കുട്ടുണ്ണിയേട്ടന് പണ്ട് നാട്ടിലൊരു പ്രണയമുണ്ടായിരുന്നു. മൗനാനുരാഗമെന്ന് പറയാം. പ്രേമാഭ്യർത്ഥന വേണമെന്ന് വിചാരിച്ച് നടന്ന കാലം. പക്ഷേ ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് അഥവാ ശകാരം കേട്ടാൽ വഷളായില്ലേ, വഷളായാൽ മാനം പോയില്ലേ എന്ന് കരുതിയ ഏട്ടൻ ഇപ്പോൾ ആ സ്ത്രീക്ക് 4 കുട്ടികളുമുണ്ട്. അക്കാര്യം കുട്ടുണ്ണിയേട്ടൻ്റെ ശ്രീമതിക്കും അറിയാം. എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് കുട്ടുണ്ണിയേട്ടൻ്റെ ഭാര്യ കല്യാണി ചേച്ചിക്കുമുണ്ടൊരു വാശി. വാശിക്ക് നാശമാണ് ബലമെന്നു കാരണവന്മാർ പറഞ്ഞത് ശരിയാണ്. കുട്ടുണ്ണിയേട്ടൻ്റെ കാര്യത്തിൽ ഈ വാശി കാരണം കുറേ പൈസയൊക്കെ പോയി. ഈ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ചിരിക്കാൻ ഇനി എന്തു വേണം ബാക്കി? ഒരു ദിവസം രാത്രി നടന്നു വരുമ്പോൾ ഒരാൾ ഇടവഴിയിൽ കള്ളും കുടിച്ച് പാട്ടുപാടിക്കൊണ്ട് നിൽക്കുന്നു. കക്ഷത്ത് ഒരു നാടൻ കോഴിയുമുണ്ട്. എന്നെ കണ്ടതും പുള്ളിക്കാരൻ പാട്ട് നിർത്തിയതും കോഴി പറന്നതും നിമിഷങ്ങൾക്കകം. കോഴിയുടെ പിന്നാലെ കുട്ടുണ്ണിയേട്ടനും. കോഴിയുടെ മേലെ കുട്ടുണ്ണിയേട്ടൻ വീഴുന്നു, പിടിക്കുന്നു. കോഴി പിന്നെയും പറക്കുന്നു. അങ്ങനെ കുട്ടുണ്ണിയേട്ടനെ കാണാനില്ല. പിറ്റേ ദിവസം ആൾക്കാർ പറയുന്നത് കേട്ടു, കുട്ടുണ്ണിയേട്ടൻ പൊട്ടക്കിണറ്റിൽ വീണെന്ന്. ഒന്നും പറ്റിയിട്ടില്ല, ഭാഗ്യം. വീട്ടിലേക്ക് ഞാൻ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടിരുന്നോ? ഞാൻ ഇല്ലെന്നു പറഞ്ഞു. കുട്ടുണ്ണിയേട്ടൻ സ്വപ്നം കണ്ടതാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണി ചേച്ചി പറഞ്ഞു, അങ്ങേർക്കിപ്പോൾ എല്ലാമേൽ ഒരു തോന്നലാണ്.
എവിടെയെങ്ങാനും അടങ്ങിയിരിക്കും മനുഷ്യ എന്നുള്ള ശകാരം ഞാനെൻ്റെ ഉള്ളിൽ ഊറിച്ചിരിച്ചു കൊണ്ടേയിരുന്നു. 2 ദിവസം കഴിഞ്ഞ് കടത്തിണ്ണയിലിരുന്ന് പരദൂഷണ കമ്പനി പറയുന്നത് കേട്ടു. കുട്ടുണ്ണിയേട്ടൻ ഇപ്പോൾ കള്ളനാവാനും തുടങ്ങിയോ? ചില അപവാദങ്ങളും മെനഞ്ഞെടുത്ത് പറയുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു കള്ളനൊന്നുമല്ല എന്ന്. നടന്ന സംഭവം ഞാൻ വിവരിച്ചു കൊടുത്തു. പരദൂഷണപ്രിയർക്ക് എന്നോട് ദേഷ്യമായി കാണും. പിന്നെ ഒരു ദിവസം ദൂരെയുള്ളൊരു അമ്പലത്തിൽ വെച്ച് കാണുവാനിടയായി. കുട്ടുണ്ണിയേട്ടൻ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്നെ കണ്ടത് നന്നായി. എൻ്റെ പൈസ പോക്കറ്റടിച്ചു പോയി. ഇപ്പോൾ നാട്ടിലേക്കുള്ള വണ്ടിക്കൂലി മാത്രം കഷ്ടിച്ചുണ്ട്. എൻ്റെ കയ്യിലെ പൈസ മുഴുവൻ കഴിഞ്ഞാണ് ഞാനും ഇരിക്കുന്നതെന്ന് കുട്ടുണ്ണിയേട്ടനോട് പറഞ്ഞു. അത് സത്യമായിരുന്നു. വണ്ടിക്കൂലി കഴിഞ്ഞാൽ ഒരു പരിപ്പ് വട വാങ്ങാനുള്ള പൈസ മാത്രമേ ഉള്ളൂ. ഞാനൊരു പരിപ്പ് വട വാങ്ങി പകുതി വട കുട്ടുണ്ണിയേട്ടനും കൊടുത്തു. അത് കഴിച്ച് നാട്ടിൽ വന്നപ്പോൾ ഞാൻ പകുതി വട വാങ്ങി തന്നത് എല്ലാവരോടും പറഞ്ഞു നടന്നു. ഇതുവരെ കുട്ടുണ്ണിയേട്ടൻ അനുഭവിച്ച മോശപ്പെട്ട കാലം എനിക്കായോ എന്ന് സംശയം. അത്ഭുതമെന്ന് പറയട്ടെ, കുട്ടുണ്ണിയേട്ടൻ എൻ്റെ മുന്നിൽ വന്ന് പെട്ടു. പിന്നെ മൂപ്പരൊരാക്കിയ ചിരിയിരിച്ചു. ദൈവഭാഗ്യമെന്ന് തന്നെ പറയാം. അപ്പോൾ കുട്ടുണ്ണിയേട്ടൻ്റെ പ്രേമഭാജനം മുന്നിൽ എന്നോട് ചിരിച്ചു. പിന്നെ കുട്ടുണ്ണിയേട്ടനെ കണ്ടതും ഒരു ആക്കിയ ചിരിയും ചിരിച്ച് അവരും നടന്നകന്നു. കുട്ടുണ്ണിയേട്ടൻ യാത്ര പറഞ്ഞു നടന്നു. ഞാൻ അവിടെയുള്ളൊരു പാറപ്പുറത്തിരുന്ന് സൂര്യാസ്തമനം കണ്ട് വവ്വാൽ കൂട്ടം കൂട്ടമായി പോകുന്നതും സൂര്യവെളിച്ചത്തിൽ പൊൻനിറമാർന്ന കിളികൾ ചേക്കേറുന്നതും ദേശാടനക്കിളികൾ ഒഴുകുന്ന ഒരു തോണി പോലെ ആകാശവീഥിയിലൂടെ പറന്നു പോകുന്നതും നോക്കിയിരുന്നപ്പോൾ നേരം കറക്റ്റ് 7 മണിയായി. ഞാൻ ഇന്നുവരെ പറഞ്ഞ കഥകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി. ഈ കഥയിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികമാണ്.